നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. സമ്പത്ത് നേടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക ഭദ്രത. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നാം അധ്വാനിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വാസ്തവത്തിൽ പണം എന്നത് വെറും കടലാസ് കഷ്ണങ്ങളോ ബാങ്ക് അക്കൗണ്ടിലെ ഡിജിറ്റുകളോ മാത്രമല്ല. അതൊരു ഊർജ രൂപമാണ്, അതൊരു എനർജിയാണ്. പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുക്കളെയും പോലെ പണത്തിനും ഒരു പ്രത്യേക വൈബ്രേഷൻ അല്ലെങ്കിൽ ആവൃത്തി, ഫ്രീക്വൻസി ഉണ്ട്. ഈ ഊർജത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ആത്മീയവും യുക്തിപരവുമായ ചില മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് സ്വിച്ച് വേർഡ്സ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ്. നമ്മുടെ ചാനലിൽ മുമ്പും ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഫലം ലഭിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഒരു ഏഞ്ചൽ നമ്പർ എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ്, ഒരു അത്ഭുത നമ്പറിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഈ പറയാൻ പോകുന്ന നമ്പറിലെ ഓരോ അക്കത്തിനും സവിശേഷമായ അർത്ഥങ്ങളും സ്വാധീനങ്ങളും ഉണ്ട്. ആ അക്കങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ക്രമമായിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ അക്കമാണ് 5. 5 എന്നത് ബുധൻ ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുധൻ വ്യാപാരത്തിൻ്റെയും സാമ്പത്തിക ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും ഗ്രഹമാണ്. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ ഈ 5 എന്ന അക്കം നമ്മെ സഹായിക്കുന്നു. അടുത്തതായി നമ്മൾ എഴുതേണ്ട അക്കമാണ് 2. 2 എന്ന അക്കം ചന്ദ്രനെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഈ അക്കം ഒഴുക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പണത്തിൻ്റെ ക്രയവിക്രയം അഥവാ അത് വരികയും പോവുകയും ചെയ്യുന്ന ചക്രം തടസ്സമില്ലാതെ നടക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി അടുത്ത നമ്പർ 0 അനന്തതയെ സൂചിപ്പിക്കുന്ന നമ്പറാണ് 0. ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഈ അക്കം പ്രപഞ്ചവുമായി നമ്മെ ബന്ധിപ്പിക്കുകയും ഊർജത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത നമ്പർ 7. 7 നമ്പർ കേതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അക്കം പെട്ടെന്നുള്ള ഭാഗ്യങ്ങൾക്കും ആത്മീയ ഉണർവിനും കാരണമാകുന്നു. പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകാൻ 7 എന്ന അക്കം നമ്മെ സഹായിക്കും. അടുത്ത നമ്പർ 4. 4 എന്ന അക്കം രാഹുവിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ സമ്പാദിക്കുന്ന പണം കൃത്യമായി നിലനിർത്താനും ശരിയായ പ്ലാനിങ്ങിലൂടെ അത് വിനിയോഗിക്കാനും 4 എന്ന അക്കം നമ്മെ സഹായിക്കുന്നു. അടുത്ത അക്കം 1. 1 എന്ന അക്കം സൂര്യൻ്റെ ഊർജമാണ്. പുതിയ തുടക്കങ്ങളെയും നേതൃത്വത്തെയും 1 എന്ന അക്കം സൂചിപ്പിക്കുന്നു. സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മെ ഒന്നാമനാക്കാൻ ഈ 1 എന്ന അക്കം പ്രയോജനപ്പെടും. അടുത്തതായി 8 എന്ന അക്കമാണ്. 8 ശനിയുടെ അക്കമാണ്. 8നെ നമ്മളൊന്ന് തിരിച്ചിട്ട് നോക്കിയാൽ അത് അനന്തതയുടെ, അതായത് ഇൻഫിനിറ്റി ചിഹ്നമാകും. ഒരിക്കലും നിലയ്ക്കാത്ത സമ്പത്തിൻ്റെ ഒഴുക്കിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഇത്രയും അക്കങ്ങളാണ് നമ്മൾ ഫോണിൽ സേവ് ചെയ്യേണ്ടത്. ഈ അക്കങ്ങൾ ഫോണിൽ സേവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ ഫോണിൽ, അതായത് നിങ്ങളുടെ ഫോണിൽ സ്പേസ് ഇല്ലാതെ ഈ നമ്പർ 520
741 എന്ന നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സാധാരണ നമ്മൾ കോണ്ടാക്റ്റൊക്കെ സേവ് ചെയ്യുന്ന പോലെ, മറ്റുള്ള അവരുടെ നമ്പർ നമ്മൾ കോണ്ടാക്റ്റിൽ സേവ് ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ ഒരു പേര് നൽകിക്കൊണ്ട്, അതായത് മൈ ബാങ്ക് ബാലൻസ് എന്ന പേരോ അല്ലെങ്കിൽ അബണ്ടൻസ് എന്നുള്ള പേരോ അങ്ങനെയോ മറ്റോ പേര് നൽകി അത് സേവ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നമ്പർ മാത്രമായിരിക്കണം, സ്പേസോ മറ്റോ കാര്യങ്ങളൊന്നുമില്ലാതെ ഈ നമ്പറുകൾ 520 741 8 ഈ നമ്പർ സേവ് ചെയ്യുക. ഓർക്കുക, മൈ ബാങ്ക് ബാലൻസ് എന്നോ അതല്ലെങ്കിൽ അബണ്ടൻസ് എന്നോ ഉള്ള പേരിൽ വേണം ഈ നമ്പർ സേവ് ചെയ്യാനായിട്ട്. ഏതൊരു കാര്യവും ചെയ്യുന്നത് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, അതുപോലെ തന്നെ ശുദ്ധമായ മനസ്സോടുകൂടി, പോസിറ്റീവ് എനർജിയോടുകൂടി വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉചിതമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം സന്ധ്യാദീപം തെളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ നമ്പർ ഫോണിൽ സേവ് ചെയ്യാവുന്നതാണ്. ആ ഒരു സമയത്ത് നമുക്ക് പോസിറ്റീവ് എനർജി കൂടുതലുള്ള സമയവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യം, വിളക്ക് സന്ധ്യാദീപം കൊളുത്തുന്നത് കൊണ്ട് തന്നെ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം തിരഞ്ഞെടുക്കുക. വൈകുന്നേരമല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ നിങ്ങൾക്ക് ഈ നമ്പർ സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ കോണ്ടാക്റ്റ് ഒന്ന് തുറന്നു നോക്കുക. അത് ദിവസവും നിങ്ങളുടെ ശീലമാക്കുക. ഇത് നിങ്ങളുടെ അബോധ മനസ്സിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവായി സ്വാധീനിക്കും. നമ്മുടെ മനസ്സിന് 2 ഭാഗങ്ങളുണ്ട്. ബോധമനസ്സും, അതായത് കോൺഷ്യസ് മൈൻഡും, പിന്നെ അബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡും. നാം ചെയ്യുന്ന കാര്യങ്ങളുടെ 95% നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണ്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അബോധ മനസ്സ്. നാം അതിന് എന്ത് നൽകുന്നുവോ അത് സത്യമാണെന്ന് വിശ്വസിക്കും. എൻ്റെ കയ്യിൽ പണമില്ല എന്ന് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സാഹചര്യം പണമില്ലാത്ത അവസ്ഥയിൽ തന്നെ തുടരും. നിങ്ങൾ ഈ ഫോണിൽ ഈ നമ്പർ സേവ് ചെയ്യുമ്പോൾ, അത് ഇടയ്ക്കിടെ കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് സമ്പത്ത് വരുന്നു എന്ന സന്ദേശം നിരന്തരം നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സ് പതുക്കെ പതുക്കെ സാമ്പത്തിക തടസ്സങ്ങളെ മറികടക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ പുതിയ ബിസിനസ് ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തോന്നുകയും കഠിനാധ്വാനം ചെയ്യാൻ ഊർജം ലഭിക്കുകയും ഇതിൻ്റെ ഭാഗമായി നമുക്ക് സംഭവിക്കും. അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണെങ്കിൽ ഈ നമ്പറുകൾ ഓരോന്നായി മനസ്സിൽ ഉരുവിടുന്നത് മനസ്സിനെ ശാന്തമാക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ഊർജം നൽകാനും സഹായിക്കും. അതുപോലെ ഈ ക്രമത്തിൽ തന്നെ, ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ക്രമത്തിൽ തന്നെ ഈ നമ്പർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വാക്കുകളിലൂടെ ക്ഷണിച്ചു വരുത്തുന്ന രീതിയാണിത്. വാക്കിന് വലിയ ശക്തിയുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള 520 741 8 എന്ന നമ്പർ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മളിത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മനസ്സിൽ ഈ വാചകങ്ങൾ കൂടി പറയാൻ വേണ്ടി ശ്രമിക്കുക. അതായത്, എൻ്റെ ബാങ്ക് ബാലൻസ് അത്ഭുതകരമായി വർദ്ധിക്കുന്നു, പ്രപഞ്ചം എനിക്ക് പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ തുറന്നു തരുന്നു, ഞാൻ സമ്പന്നനാകാൻ അർഹനാണ് എന്നൊക്കെയുള്ള വാചകങ്ങൾ കൂടി ഈ നമ്പർ ഉരുവിടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ പറയുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാചകങ്ങൾ ഭാവിയിലല്ല, അതായത് ഞാൻ സമ്പന്നനാകും എന്നല്ല പറയേണ്ടത്, മറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വേണം പറയാനായിട്ട്. ഇത് നമ്മുടെ ഊർജത്തെ പണത്തിൻ്റെ ആവൃത്തിയിലേക്ക്, ഫ്രീക്വൻസിയിലേക്ക് ഉയർത്താൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ നമ്പർ ഉരുവിട്ടതിന് ശേഷം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ നമ്പർ ഉരുവിട്ടതിന് ശേഷം ഈ വാക്കുകൾ കൂടി പറയാൻ ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം സമ്പത്തിനെ ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ കാന്തമാണ് നന്ദി പറയുക എന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായ ഭാഗമാണിത്. നമ്മൾ എന്തിനോടാണോ നന്ദിയുള്ളവരായിരിക്കുന്നത് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്നതാണ് തത്വം. നിലവിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് എത്ര കുറവാണെങ്കിലും അതിന് നന്ദി പറയുക. ഇത്രയെങ്കിലും തുക നൽകിയതിന് ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി
എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ഐശ്വര്യത്തിൻ്റെ ചിന്തയിലേക്ക് മാറുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ കോണ്ടാക്റ്റ് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഈ നമ്പറിലെ ഈ കോണ്ടാക്റ്റ് നോക്കുന്നതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിൽ പറയാനും നന്ദി പ്രകടിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുക. ഈ നമ്പർ ഫോണിൽ സേവ് ചെയ്യുന്നത് കേവലം ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ അബോധ മനസ്സിനെ പോസിറ്റീവ് ചിന്തകളിലേക്ക് ട്യൂൺ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ സമ്പന്നനാകും, എനിക്ക് പണം ലഭിക്കുന്നു എന്ന ചിന്ത മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ അത് നമ്മളെ കൂടുതൽ അധ്വാനിക്കാനും പുതിയ വഴികൾ തേടാനും പ്രേരിപ്പിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും കഠിനാധ്വാനത്തോടൊപ്പം ശുഭചിന്തയും ശുഭപ്രതീക്ഷയും വെച്ചു പുലർത്തുന്നവർക്കൊപ്പമാണ്. വിശ്വാസം എന്നത് ഒരു സങ്കല്പമല്ല, മറിച്ച് ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു കരുത്താണ്. ഈ പോസിറ്റീവ് ഊർജം ഉൾക്കൊള്ളുന്നതിലൂടെ സാമ്പത്തിക ആകുലതകൾക്ക് പരിഹാരം കണ്ടെത്താനും സന്തോഷകരമായ ഒരു നാളെ കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കും. എല്ലാവരും ഈയൊരു കർമ്മം പോസിറ്റീവായ മനസ്സോടുകൂടി, ശുഭപ്രതീക്ഷയോടുകൂടി, സന്തോഷത്തോടുകൂടി മാത്രം, ശുദ്ധിയായ മനസ്സോടുകൂടി മാത്രം ചെയ്യുക. ഒരിക്കലും നെഗറ്റീവായി നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം നിർവഹിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പോസിറ്റീവായ മനസ്സോടുകൂടി മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.